ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വന്ദനം. ഇമ്മാനുവൽ. അപ്പം പറഞ്ഞു കേട്ടില്ല അല്ലേ? ഇല്ല. ഓ, ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോയി. തനിയെ കട്ടായി പോണു. എന്താണ് ഇങ്ങനെ ഫോണിൽ കൊണ്ട്, പക്ഷെ ഒന്നും ഇങ്ങനെ പണിയില്ല. നമുക്ക് ഇവിടെ കവറേജ് കാണിക്കുന്നുണ്ട് എന്റെ ഫോണിൽ. ഇവിടെയാണ് അവിടെ പോകാൻ കവറേജ് കാണിക്കുന്നുണ്ട്, ഇനി വേറെ എന്താണെന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി. സകലത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ ചില ആളുകളോട് ചോദിച്ചാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ നമ്മള് അതുപോലുള്ള അവസ്ഥയിലാണ് ഞാൻ ജോലിക്ക് പോണത്. ഞാൻ ശരിക്കും പറഞ്ഞാല് അതെന്ന് പറഞ്ഞാല് എന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വ്യക്തി ഈ ചിലപ്പോ എന്ന് പറഞ്ഞാലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ അവസ്ഥയില് ഒരു സാധാരണ ഏത് വ്യക്തിയിലും അത് പല രീതിയിലേക്ക് പോവാന്ന്, എന്ന് പറഞ്ഞാൽ ആ പെയിൻ സഹിക്കാൻ പറ്റാണ്ട് പല രീതിയിലേക്ക് ആളുകൾ കൺവേർട്ട് ആവാന്ന്, ആളുടെ സ്വഭാവങ്ങള് അല്ലെങ്കിൽ ജീവിത ശൈലി കാര്യങ്ങളൊക്കെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോലിക്ക് കയറണേ. അത് ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ്. ആ ജോലിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് രാവിലെ എല്ലാവരും വിളിക്കും. രാവിലെ എല്ലാവരും വിളിച്ച് സംസാരിക്കും. കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അതിന്റെ ഓഫീസർ നമ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അത്, ഞാനപ്പോ എന്നെ പറഞ്ഞായിട്ട് ഓർക്കണില്ല. ഓഫീസർ എന്നെ വിളിച്ചിട്ട്, അപ്പൊ എല്ലാവരും ഉണ്ട്, എല്ലാവരും നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെന്തെങ്കിലും വഴക്ക് പറയാനാവും, എന്തെങ്കിലും പണിയാവോ. അപ്പൊ നമുക്ക് ഇപ്പമാരൊക്കെ വിളിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ടെൻഷനല്ലേ. നമ്മുടെ സാറുമാര് വിളിക്കുമ്പോ അത് എല്ലാവരും മുമ്പിലേക്ക് വിളിക്കണ്ടേ, തനിച്ചൊന്നല്ല വിളിക്കണ്ടേ. അപ്പൊ വിളിച്ചു, ഇവിടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അവരുടെ അടുത്ത് അവരുടെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തി. അപ്പോ ഈ പോളിനെ നിങ്ങൾ കണ്ടോ? അതായത് പുള്ളി ഇത്രയും കാലം ജോലി ചെയ്തിട്ടും, അതായത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാള്, അതായത് ജോലി ആരംഭിച്ച് ജോലിയുടെ എൻഡിങ് വരെ അത്രയും ക്ലിയർ ആയിട്ട് ആളുടെ ഡ്രസ്സിങ്ങിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ആള് ചെയ്യുന്ന ജോലി. ജോലിയിൽ എല്ലാ കാര്യങ്ങളും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആള് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ആള് ഒരു തരത്തിലുമുള്ള അലസതയോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കും, സ്റ്റാൻ ആയിട്ട് നിൽക്കും. അത്രയും പക്കാ ഡീസന്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരാളെ കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങളുടെ കൂട്ടത്തില്. അങ്ങനെ പറഞ്ഞ് എന്നെ കാണിച്ചു കൊടുക്കാണ്. അപ്പോഴും കാണിച്ചു കൊടുക്കാണ്. ഇപ്പോഴും പുള്ളിയുടെ ഡ്രസ്സിങ് നോക്കാൻ പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് അതൊക്കെ പറയുമ്പോ ചിരി വരാന്ന് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫുൾ ടൈം ആളെ പോലെ ഹാപ്പി ആയിട്ടുള്ള ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ചോദിക്കും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നേ. അപ്പൊ എന്ന് പറഞ്ഞാല് എന്റെ പോലത്തെ പ്രശ്നമോ സഹനമോ ഒന്നും അതിനെ കൂട്ടത്തിൽ ഒരെണ്ണത്തിനും ഉണ്ടാവില്ല. മനസ്സിലായ? എന്നിട്ടാണ് ഇത് കേൾക്കണേട്ടാ. അപ്പോ ഈ പ്രശ്നങ്ങള് ഇപ്പൊ നമ്മള് വചനം പ്രഘോഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പറയും, അതായത് പ്രശ്നങ്ങൾ വരും, കടലലകൾ പോലെ, തിരമാല പോലെ, അല്ലെങ്കിൽ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ വരും. പക്ഷെ അതിലൊക്കെ വീണ് പോകാതെ ദൈവം നമുക്ക് തരുന്ന കൃപ എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള കൃപയാണ് ദൈവം നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ തിരമാല സുനാമി വന്നാൽ അതിന്റെ മേലേക്കൂടെ മുകളിലൂടെ നടക്കാനുള്ള കൃപയാണ് നമുക്ക് തരിക. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത് ഞാൻ കേൾക്കുവാണ്. ഈ മറ്റുള്ളവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വിജാതിയരിൽ നിന്നാണ് കേൾക്കണം. മനസ്സിലായ? അപ്പൊ നമ്മള് ആ ജോലിയിൽ അത്രയും ക്ലീൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രയും ഹാപ്പിയാണ് കാര്യങ്ങള്. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അപ്പോഴും ഉണ്ട്. ഞായറാഴ്ച അന്ന് പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ അടുത്തുള്ള പള്ളിയിൽ. ആ പള്ളിയിലേക്ക് പോവും. അവിടെ നമ്മൾ കൂട്ടത്തിലുള്ള 1-2 പേരൊക്കെ അതിനകത്ത് വരാറുണ്ടായിരുന്നു. 1-2-3 പേരൊക്കെ വരാറുണ്ട്. അങ്ങനെ വരാറുണ്ട്. അത്യാവശ്യം വചനം പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്രയർ നടക്കുന്നുണ്ട്. പ്രയർ ഉണ്ട്, പ്രഘോഷണം ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കൺവിൻസ് ചെയ്യാൻ അനേകം ആളുകളെ നമ്മള് ബന്ധപ്പെടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. പ്രയർ ഉണ്ട്, ഞായറാഴ്ച പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാം നടന്നു പോണു. അതാ പറഞ്ഞ അത്രയും സഹനം ഉണ്ടായിരിക്കെ നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന പ്രവർത്തികൾ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല.
എന്നിട്ട് പറയാണ്, അതായത് ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റില്ല, ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന. അപ്പൊ ഞാൻ അങ്ങനെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും ആ സമയത്ത്. അതായത് ദൈവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ച കരഞ്ഞു പോകും. പക്ഷെ ഇവിടെ ഈ എന്താ പറയാ, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കേട്ടിട്ടാണ് നമ്മള് കണ്ണ് നിറയണം നമ്മളെ. മനസ്സിലായ? ആ സഹനത്തിന്റെ ഇടയിലും ദൈവം വലിയ സന്തോഷം തരുവാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അത്രയും പെർഫെക്റ്റ് ആണെന്നും അത്രയും നന്നായിട്ട് പോകണമെന്നും നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ച് പറയാണ്. ഞാൻ എന്നെ ചീത്ത പറയാൻ എന്തിനെങ്കിലും വിളിക്കുകയൊക്കെ എന്ന് വിചാരിച്ചു. ഇനി അതുപോലെ അല്ലെങ്കിൽ വേറെ വല്ല പണിക്ക് പറഞ്ഞു വിടാനാണോ, അല്ലെങ്കിൽ വേറെ വല്ല സെക്ഷനിലേക്ക് മാറ്റാനാണോ, ഒന്നും അറിയില്ല എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും പക്ഷെ അതൊന്നല്ല സംഭവിച്ചവിടെ. അവർക്ക് മോഡലായിട്ട് നമ്മളെ കാണിച്ചു കൊടുക്കണം. മനസ്സിലായ? ഇങ്ങനെ ആവണോന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു എന്ന് പറഞ്ഞാല് ആ കമ്പനിയുടെ വലിയൊരു ആള് സാറ് വന്നപ്പോ നമ്മൾ അറ്റൻഡ് ചെയ്ത, അതായത് അതിനെ എന്താ പറയാ, അതിനെ ഫേസ് ചെയ്ത രീതി അത് പറഞ്ഞു. അത് അവര് ആ വന്ന ആള്, ഈ മേലിൽ നിന്ന് വന്ന ആള് ഇവരോട് പറഞ്ഞു, ഓഫീസിലെ സാർമാരോട് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചും പറഞ്ഞവര് അവിടെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ചെയ്ത കാര്യം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് പ്രസന്റ് ചെയ്തു അവിടെ. അപ്പൊ അങ്ങനെ അല്ല, അങ്ങനെയൊക്കെയുള്ള അവസരം ദൈവം ഒരുക്കി എന്ന് പറയാണ്. നമ്മുടെ ഈ എന്താ പറയാ, തകർച്ചയുടെയും തളർച്ചയുടെയും അല്ലെങ്കിൽ എന്താ പറയാ സഹനത്തിന്റെ ഒക്കെ നടുവില് അങ്ങനെ ദൈവം നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. എങ്ങനെയാണെന്നറിയാം ജോലി ഉപേക്ഷിക്കാൻ? അത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടറിയാം. അതായത് പഞ്ചാബ് മിഷന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ച് പോകുന്നത്. പഞ്ചാബ് മിഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ അവർക്കാർക്കും തന്നെ വിടാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് ഏത് ഡ്യൂട്ടി ചെയ്യാനും ജോലി ചെയ്യാനും അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറാണ്. നമ്മള് ഫുൾ ടൈം അലർട്ടാണ്. ഈ സഹനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചിന്ത വന്നത് ദാവീദിന്റെ ചിന്തയാണ്. ദാവീദ് ഈശോ പറയുന്നത് എന്റെ മനസ്സിലാണെങ്കിൽ ഇതുപോലത്തെ ആളെ കണ്ടിട്ടില്ലെന്നാണ് ഈശോ പറയുക, അല്ലേ? ആ ദാവീദിനെ സാവൂൾ ഓടിക്കുന്ന, അല്ലേ? എങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്? അപ്പൊ അതാ പറഞ്ഞത്. അതായത് നമ്മൾ ഏത് തരത്തിൽ ഓടിയാലും ചാടിയാലും മറിഞ്ഞാലും നമുക്ക് വേദന ഉണ്ടായാലും നമ്മള് ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. മനസ്സിലായ? അതായത് ദൈവത്തിന്റെ വചനവും വാഗ്ദാനവും കൽപ്പനയും നിയമവും ഒന്നും വിട്ട് നമ്മള് പോണില്ല എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നില്ല, മറ്റുള്ളവര് നമ്മൾ പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മള് എന്താ പറയാ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ ഏതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് വെച്ച് അല്ലെങ്കിൽ അത് ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യണത്, അല്ലേ? അപ്പൊ പിന്നത്തെ കാര്യം വെച്ചാൽ പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാനും എല്ലാ കാര്യത്തിനും നമ്മളെ പ്രാപ്തരാക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. കർത്താവിന്റെ വചനമാണ് നമുക്ക് ശക്തിയും താങ്ങും തണലുമായിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ പക്ഷത്തുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, പ്രാർത്ഥിച്ചുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് കർത്താവേ, ഇതെല്ലാം ഈ സഹനം, ഈ ഞാൻ ഇങ്ങനെ ചെയ്തു, വണ്ടി എടുത്തു, ലോൺ അടയ്ക്കണം, കാര്യങ്ങൾ വേണം, വണ്ടി ഓടിയിട്ടില്ല ഇതുവരെ, വണ്ടി ഓടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഓട്ടം പോകാൻ പറ്റാത്ത തരത്തില് ഇന്നും ഇപ്പോൾ പണിയിൽ ജോലിക്ക് കൊടുത്തു ഞാൻ, അത് പെൻഡിങ് ആണ്. നമ്മൾ പറയാം, ഒരു വ്യക്തിയോട് പറയുന്ന പോലെ പറയാം നമ്മള്. അപ്പം ഇതെല്ലാം ഈ ഉണ്ടായതെല്ലാം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാണ്. എങ്കിലും എന്റെ സമാധാനത്തിനോട് പറയാണ്, ഇതെല്ലാം അവിടുന്ന് അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ സഹിക്കേണ്ടതും വഹിക്കേണ്ടതുമാണ് അങ്ങയുടെ ഹിതമെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറാനായിട്ട് ഇതാ ഞാൻ നിൽക്കുന്നു. അങ്ങേക്ക് ഞാൻ എന്റെ തന്നെയും എന്റെ എല്ലാ ഇതര വ്യാപാരങ്ങളെല്ലാം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായ? ഇത് വഹിക്കണമെന്നും ഇത് സഹിക്കണമെന്നും അങ്ങ് എനിക്ക് തന്നത് ദാനമായി തന്നു, അല്ലേ? ഇത് സഹിക്കാനും വഹിക്കാനും ആണ് അങ്ങയുടെ ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതിന് ഹൃദയപൂർവ്വം ആനന്ദത്തോടെ നന്ദി പറയുന്നു. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമ്പോ കാര്യങ്ങളുടെ ലെവല് മാറി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ മാറും. നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാവില്ല.
അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടറിപ്പോകാനും പതറിപ്പോകാനും അല്ലെങ്കിൽ അസ്വസ്ഥരാകാനും ഒന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. സഹനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നത്തെ കാര്യം വെച്ചാൽ നമുക്ക് ദൈവഹിത പ്രകാരമാണ് ഇത് എങ്കിൽ അത് ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. അപ്പോൾ സഹനം ദൈവത്തിൽ നിന്നാണോ? ഇതിന്റെ പരിണമിത ഫലം നന്മയായിരിക്കും. നന്മയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. മനസ്സിലായ? ഇപ്പൊ ഞാൻ ഈ വചനത്തെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, പലരും പറയാത്ത കാര്യമാണ് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു ഭവനത്തിൽ 5 പേര് ഭിന്നിച്ചിരിക്കും എന്ന് പറയാറില്ലേ? അപ്പൊ ഈ ഭിന്നിപ്പിക്കുന്ന ആരെ പണിയാ ശരിക്കും? സ്വാഭാവികമായിട്ട് സാത്താന്റെ പണി. അപ്പം ഒരു ഭവനത്തിൽ 5 പേര് ഭിന്നിച്ചിരിക്കും എന്ന് പറഞ്ഞ യേശുവല്ലേ പറഞ്ഞേ? അപ്പൊ അതിനെ കുറിച്ച് ഒരു സുവിശേഷം കേൾക്കാൻ ഇപ്പൊ ഞാൻ പറയാം, ഡാനിയൽ അച്ഛൻ പോലും പറഞ്ഞിട്ട് കേൾക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഉണ്ടാവും. പിന്നെ ഡാനിയൽ സംസാരിച്ചിട്ടുണ്ട്. ഈ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഭിന്നത വന്നു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലാതെ വരും, അഭിഷേകം നഷ്ടപ്പെടും. അതങ്ങനെ കളിക്കുമ്പോ. പക്ഷെ അല്ലാതെ തന്നെ ഭിന്നിപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല മൊത്തത്തിൽ പുറത്തേക്ക് കാണുമ്പോൾ എല്ലാവരും നല്ല സഹകരണമായിരിക്കും. പക്ഷെ മാനസികമായിട്ട് അകന്നിരിക്കും. മനസ്സിലായ? അതായത് ഹൃദയം കൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ കൊടുക്കൽ വാങ്ങലൊന്നും നടക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഒരു ഭവനത്തിലായിരിക്കും, ഒരു മുറിയിലായിരിക്കും, ചിലപ്പോൾ ഒരു കട്ടിലയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഹൃദയപൂർവ്വം കൊടുക്കാൻ പറ്റാത്ത, വാങ്ങിക്കാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്താ പറയാ പങ്കുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്നു പല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊരു 12 വർഷമായിട്ട് ഒരു കട്ടിലേക്ക് കിടന്നിട്ട് ദാമ്പത്യ ബന്ധം അനുഭവിക്കാത്ത, പുലർത്താത്ത ഭാര്യ ഭർത്താവ് ഉണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ്. അപ്പൊ അതുപോലെ ഈ ദൈവം അനുവദിക്കുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. സാത്താൻ വന്ന് ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് എന്താ പറയാ ധൂളിയായിട്ട് പോകും. 5 പേര് ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ 5 പേര് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂപാളി പോകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഭിന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാല്, അപ്പൊ ഞാനതൊരാളെ കുറിച്ച് ഉദാഹരണം പറഞ്ഞ് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഗുജറാത്തിലുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് അയാളുടെ ഭാര്യ, അയാളുടെ ഭാര്യ, മോൻ, മകളെ കെട്ടിയ ഭർത്താവ്. അപ്പൊ മകളുടെ ലൈഫിന്റെ പ്രശ്നം, ഇഷ്യൂ വന്നു. അവര് രണ്ട് വീട്ടിലായി, കേസ് കാര്യങ്ങളൊക്കെ ആയി. 5 പേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോ അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ വ്യക്തിനെ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ ആള് അവിടെ ഗുജറാത്തിൽ പ്രയർ ഗ്രൂപ്പ് ലീഡർ ആയിരുന്ന ആള്, ഈ ഗ്രഹനാഥൻ കേട്ടോ. അപ്പൊ അതൊന്നും ഇവർക്ക് വില പോവില്ല, അവർ പറഞ്ഞ വിശ്വസിക്കൂല. ഇതാണെന്ന് അയാൾ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് എന്റെ അറിവ് വീട്ടില്. പിന്നെ ഇവിടുന്ന് വിളിച്ച് ഇവര് അച്ഛന്മാരെ കാണാൻ പോലും, കപ്പിയാരനെ കാണാൻ പോലും, അവരെ ബ്രദർമാരെ കാണാൻ പോലും, ധ്യാനകേന്ദ്രത്തിൽ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഒക്കെ തുടങ്ങി. ഇന്ന വചനം വായിച്ചോളോ, ബൈബിളിൽ ഇന്ന വചനം വായിച്ചോളോ, ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കോളോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇയാളെ വിളിച്ച് ഉപദേശിച്ചു തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ഈ ഭിന്നിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എന്താ? അതായത് ദൈവം ഇവരിൽ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നടക്കണമെങ്കിൽ ഇവരുടെ പ്രാർത്ഥന നടക്കണം. ഇല്ലേ? നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് വരേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തെ സന്നിധിയിൽ അനുദപിക്കേണ്ടതും ആവശ്യമാണ്. ഇവരൊരുമിച്ച് കൂടി എപ്പോഴെങ്കിലും അനുദപിക്കുവോ? അതാ കാര്യം. മനസ്സിലായോ? അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കുമെന്നാ പറഞ്ഞിരിക്കണേ. വേറൊരു കാര്യത്തെ കുറിച്ചും സ്വർഗം സന്തോഷിക്കുന്നു പറഞ്ഞിട്ടില്ല. മനസ്സിലായ? അപ്പൊ സ്വർഗം സന്തോഷിക്കുന്ന കാര്യം എന്താ? നമ്മുടെ സന്തോഷമാണോ? ആഹ്ലാദമാണോ? അല്ലെങ്കിൽ നമ്മുടെ ആഘോഷമാണോ? എന്നെ കുറിച്ച്, എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച്, മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, സ്വന്തക്കാരെ കുറിച്ച്, ബന്ധുക്കാരെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, സ്വന്തം ബന്ധങ്ങളെ കുറിച്ച്, സൗഹൃദങ്ങളെ കുറിച്ച്, എന്റെ വ്യാപാരത്തെ കുറിച്ച്, അല്ലെങ്കിൽ എന്റെ ജോലിക്കാരെ കുറിച്ച്, എന്റെ ഭൃത്യന്മാരെ കുറിച്ച്, ദാസരെ കുറിച്ച്, എന്റെ എന്താ പറയാ എന്റെ മുതലാളിയെ കുറിച്ച്, തൊഴിലാളിയെ കുറിച്ച്, എന്റെ ഇടവകയെ കുറിച്ച്, കൂട്ടായ്മയെ കുറിച്ച്, ഇല്ലേ, എന്റെ ധ്യാനകേന്ദ്രത്തെ കുറിച്ച്, എന്റെ ഇടവകയെ കുറിച്ചൊക്കെ സ്വർഗം സന്തോഷിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം?
അനുതാപം നടക്കണം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച്, ഓരോ പാപിയെ കുറിച്ചും സ്വർഗം സന്തോഷിക്കും, കൂടുതൽ സന്തോഷിക്കുന്ന പറഞ്ഞാണ്. ആമേൻ. കാരണം എന്താണെന്നറിയോ? സ്വർഗം ഒരു ആത്മാവിനെ കൂടെ നേടുകയാണ്. ആമേൻ. മനസ്സിലാവണ്ട കാര്യം? അപ്പൊ കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി തന്നെയാ, ഒരുത്തിനും പൊളിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു പറയും ശങ്കർ സിമന്റ്, തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അതിനേക്കാളും കടുപ്പമേറിയ പദ്ധതിയാണ്, ശക്തിയാണ് ദൈവത്തിൻ്റെത്. അതിനെ തകർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല. ഇപ്പൊ ഈ കർത്താവിന്റെ കൂദാശ കൃപാവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിലുണ്ടായ ദൈവാനുഭവത്തെ കുറിച്ച് പലതരത്തിലും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് വേറെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ഫൈസലോ എന്നാ പറഞ്ഞിട്ട് ചങ്ങാതി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചോരേനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ മുഴുവൻ കേട്ടില്ല. അത് ചോരേനെ കുറിച്ച് പറയാം. ചോര അപ്പൊ വേറെ ആൾ കമന്റ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ചോരയല്ല മാംസമായ കാര്യമാണ് പറയണത്. അപ്പൊ അത് അവന് തിരിച്ചറിയണ്ടേ. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഈ അന്ധരോടും മൂഢരോടും അല്ലെങ്കിൽ അതുകൊട്ടെ അന്ധരും മൂഢരും അജ്ഞരോട് അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കാത്ത, ദൈവം പോലും ഇഷ്ടപ്പെടാത്ത, ദൈവം പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള ഇവരെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായ? ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ നിങ്ങളോട് പോകാൻ പറഞ്ഞിരിക്കണേ. മനസ്സിലായ? ഐക്യപ്പെടുന്നില്ലെങ്കിൽ ആരും പോവില്ല, ആരും പറയില്ല. ഐക്യപ്പെടുന്നത് എവിടേക്കാ? ഇസ്രായേൽ ജനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ്. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തിനും എന്റെ സന്നിധിയിൽ വരികില്ല. അങ്ങനെ എന്റെ സന്നിധിയിലേക്ക് ഒരുത്തനും വരുന്നില്ല എങ്കിൽ അവൻ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടവനല്ല. അവന് വേണ്ടി കണ്ണീരൊഴുക്കാനും അവന് വേണ്ടി ഊത്തിരി കത്തിക്കാനും അവനെ കുറിച്ച് വിലപിക്കാനും അവനെ കുറിച്ച് സങ്കടം പറയാനും അവനെ പഠിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. അവൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് അറിയാന്ന്. എത്രയോ മുൻപ് കൊണ്ടുവരാൻ ദൈവത്തിന് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, അവനല്ല അവന്റെ അപ്പനെ കൊണ്ട് പാടിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് നാളെ പറഞ്ഞില്ലേ ഒരാളെ കുറിച്ച്? എന്ന് പറഞ്ഞതുപോലെ ഒരാളെ കൊണ്ട് ഇന്ന പ്രവൃത്തി ചെയ്യിക്കണമെന്ന് ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ആ ദൈവം തീരുമാനം എടുത്ത ആ ദിവസം, ആ ആഴ്ചയില്, ആ ദിവസത്തില്, ആ മണിക്കൂറിൽ, ആ നിമിഷത്തിൽ നടക്കും. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നടക്കണമെന്ന് ഇപ്പൊ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട സകല മക്കളിലും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ നിറവേറണമെന്ന് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന അതാണ്. ആത്മരക്ഷ. ദൈവമേ അവിടുത്തെ ആഗ്രഹിച്ച ആത്മാക്കളുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നതെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു ജീവനില്ല. ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഒരുത്തിനും എന്നാൽ പറഞ്ഞു, നിങ്ങൾക്ക് മടുപ്പ് തോന്നിയ കാര്യമുണ്ട് പറയുന്നത്, ഒരു ആണിനും പെണ്ണിനും ഒരു ജീവൻ കൊടുക്കാൻ, ഒരു ജന്മം കൊടുക്കാനുള്ള കഴിവില്ലാന്ന്. അങ്ങനെ കഴിവില്ലാതിരിക്കുമ്പോൾ എല്ലാം ദാനമായിരിക്കും. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം സമ്മാനമാണെന്ന് പറയുമ്പോൾ സമാന ദാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിവില്ലാത്ത നമ്മൾ അയോഗ്യരായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദാനമല്ലേ? ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട്, എന്റെ മസിലുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാല്, അപ്പോ കർത്താവ് ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്യിക്കുന്നു എന്ന് പറഞ്ഞു, സൂര്യൻ ഉദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? ഈ ജീവനും അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ദൈവത്തിൽ നിന്നാണ് ജീവൻ പ്രദാനം ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ ജീവനല്ലാതെ ഒരുത്തിനിലേക്കും ഇത് സംഭവിക്കുന്നില്ല. അതായത് എന്റെ ദൈവത്തിന്റെ വംശത്തെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന്. അതായത് നിനക്ക് നിന്റെ വിശദീകരണം, ഇസ്രായേലിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ മുഴുവൻ ജനത്തിന്റെയും, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ തിരുസഭയിൽപ്പെടാത്ത ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഈ തിരുസഭയ്ക്ക് പുറത്തുള്ളവരും ദൈവത്തെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ വിശദീകരണം നടക്കേണ്ടതിന് കർത്താവായി ദൈവത്തിന്റെ കൽപ്പനയും തീരുമാനം അനുസരിച്ച് ഇസ്രായേലിന് ശത്രു ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ആ ശത്രുവിനെ ദൈവം സൃഷ്ടിക്കും. ക്ലിയറായോ? ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാക്കാൻ ഞാൻ കൊള്ളക്കാരെയും കവർച്ചക്കാരെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം വചനം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ദൈവം ഒരുത്തിന്റെ അനുതാപത്തിന് വേണ്ടി ഒരു സംഗതി നടക്കണമെങ്കിൽ, അവന്റെ വീണ്ടും വിചാരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവം ആ പ്രവൃത്തി സജ്ജമാക്കും. അത് ദൈവം ആഗ്രഹിച്ച നിശ്ചയിക്കപ്പെട്ട ആ നാളുകളിൽ, ആ കാലഘട്ടങ്ങളിൽ, ആ മണിക്കൂറുകളിൽ അത് സംഭവിക്കും. തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സംശയമുണ്ടെങ്കിൽ പറയണം, തർക്കമുണ്ടെങ്കിൽ പറയണം. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയല്ലല്ലോ. പിന്നാൾ പറഞ്ഞില്ലേ നമ്മള്, ഞങ്ങൾ അങ്ങനെയല്ല പൗലോസ് പറഞ്ഞ പോലെ. അതെ,
തന്നെ തന്നെ പോഷണാക്കാം. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞ കച്ചവടത്തിൽ ലാഭം നേടാനും അവന് കവടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നും അതേ ദൈവവചനം തന്നെ പറയണേ. മനസ്സിലായ? പിന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്തിൽ അതിൽ നിന്ന കലർത്തുന്നില്ല എന്ന് പറഞ്ഞേ. മനസ്സിലായ? അത് നാശത്തിന് വേണ്ടി പോവില്ലാന്ന്. അപ്പോ അത് മുറുകെ പിടിക്കുക. ഇത് ദൈവഹിത പ്രകാരമാണെങ്കിൽ ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി അങ്ങയുടെ ഹിതം ഇതാണെങ്കിൽ ഞാൻ അനുഭവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശോയെ അങ്ങയുടെ ഹിതം എന്റെയിലും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും നിറവേറട്ടെ. ഞാൻ ഇതാ അങ്ങയുടെ ദാസൻ, മകൻ, സ്നേഹിതനായിട്ട് ഞാൻ എന്നെ തന്നെ എന്റെ ജീവിതത്തിൽ ആത്മീയ ബോധ്യമായിട്ടുള്ള ജീവിതമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്റെ ആഗ്രഹ അഭിലാഷം അങ്ങേക്ക് അറിയാലോ. അങ്ങേക്ക് വേണ്ടി പ്രയാണം തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് എന്നെ ഏത് തരത്തിൽ വിനിയോഗിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു ആ തരത്തിൽ എന്നെ കൃപ ചെയ്ത് ഉയർത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എന്നെ തച്ചുടച്ച് ഉരുക്കി വാർക്കണമേ. വെള്ളി ഉലയിൽ എന്നതുപോലെ എന്നിൽ നിന്ന് കിട്ടും മാറ്റിക്കളഞ്ഞ് കർത്താവെ അങ്ങേക്ക് പ്രീതികരമായിട്ടുള്ള ഒരു മെറ്റീരിയലാക്കി എന്നെ മാറ്റണമേ. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എന്നെ മൊത്തമായിട്ട് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പുറത്തേക്ക് ബസ് പോയി, പുറത്തേക്ക് വന്നാണ് ബസ് പോയി. പ്രധാനമായിട്ടും ഞാൻ പിന്നെ വിളിക്കാൻ വിചാരിച്ച് പുറത്തിറങ്ങിയ കേട്ടോ. അപ്പൊ അവരെ കാര്യം പറഞ്ഞു വന്നത് നമ്മുടെ വൈക്കം എന്തിനു വന്നു അല്ലേ? അല്ലെ, ശരിക്കും വൈക്കം എന്ന് പറഞ്ഞാല് അത് മനസ്സിലായി. വൈക്കം ഞാൻ അങ്ങനെ പറയണേ. വൈക്കം എന്തിനു വന്നു? അത് മനസ്സിലായോ? കൊച്ചു ദിവസിയ ശോഭന അത് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞു ഞാൻ ഇപ്പൊ നമ്മുടെ ജോസ്ഫേട്ടനോട് പറഞ്ഞ പോലെ ഒരു സാധനം ഒരു മെറ്റീരിയൽ ഞാൻ അങ്ങോട്ട് പറയാൻ ഇപ്പൊ കേട്ട വോയിസിൽ നിന്ന് ആ ഏറ്റവും ചെറിയ സമയം അല്ലെ 1.5 മിനിറ്റ് ആണുള്ളത്. ആ 1.5 മിനിറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പരിശുദ്ധാത്മാവ് തരും എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അവര് അതിനകത്ത് ഇപ്പൊ ജോസ്ഫേട്ടനോട് പറഞ്ഞ പോലെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ മക്കള് വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് അവർ ഉമ്മ വെച്ച് പോവാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ എന്ത് ചെയ്തോളാന്ന് ധ്യാനത്തിന് പോവാണ്. അതായത് ഈ ശോഭനയ്ക്ക് പകരം അല്ലെങ്കിൽ കൊച്ചുദേശയ്ക്ക് പകരം വേറെ ആളെ ധ്യാനത്തിന് വിടാൻ കർത്താവിന് പറ്റില്ലേ? വേണമെങ്കിൽ 100 ആളെ വിടാൻ പറ്റും, 1000 ആളെ വിടാൻ പറ്റില്ലേ? പക്ഷെ കർത്താവ് 24 മണിക്കൂറും കരം നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാം? തന്റെ മക്കള് ഏത് നിമിഷം ഏത് സെക്കൻഡില് തന്റെ അടുത്തേക്ക് വരുമെന്ന് ആഗ്രഹിച്ച നടക്കണം. മനസ്സിലായ? അതുകൊണ്ട് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനുഷ്യന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ദൈവത്തിനറിയാം. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്നും ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുൻപിൽ എല്ലാം വ്യക്തവും അനാവൃതവുമാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ കാണാനില്ല കേൾക്കണില്ല എന്നാണ് ദുഷ്ടം വിചാരിക്കുന്നത്, അതേ പലരും വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ പറയുന്ന ഒരു ഭാഷയുണ്ട്. ഇപ്പൊ അവിടെ അങ്ങനെ ഉണ്ടായി ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരും പോയി ഇങ്ങനെ ദൈവം ഇങ്ങനെ ചെയ്തേ അല്ലേ, ദൈവം പൊട്ടനല്ലേ എന്നാണ് അവരുടെ വിചാരം അല്ലേ? ഇനി മറ്റവന്മാര് പറയണ പോലെ അയ്യോ ദൈവത്തെ ആരെങ്കിലും കുരിശുമ തറയ്ക്കോ? അത്ര നിസ്സാര ദൈവം? അപ്പൊ ഇതുങ്ങളൊക്കെ പഠിപ്പിക്കണം നമ്മൾ വഴിപാട് നടന്നോ? അവർക്ക് തങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യത്തെ അവർ നിരന്തരം എതിർക്കുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവര് കൂടെ തല്ലു പിടിക്കാൻ പോണത് ഏത് ആത്മാവാ പ്രവർത്തിക്കണേ? അങ്ങനെ അവൻ തല്ലു പിടിക്കാൻ പോകണമെങ്കിൽ ഈ തല്ലു പിടിക്കാൻ പോകുന്ന വ്യക്തിയിൽ ഏത് ആത്മാവ് പ്രവർത്തിക്കുന്നു? അങ്ങനെ തല്ലു പിടിക്കാൻ പോയിട്ട് രക്ഷപ്പെട്ടു വരുന്നില്ല എങ്കിൽ അത് കൺഫേം ആണ്. മനസ്സിലായ? അത് ദാവീദ് പറഞ്ഞ പോലെ പറയാൻ പറ്റണം. ഞാൻ എന്നെ ഏൽപ്പിച്ച ആടുകളില് ഒരെണ്ണത്തിന് സിംഹമോ പുലിയോ കരടിയോ പിടിച്ച് തിന്നാൻ വന്നാല് ഒന്നിനെ ഞാൻ അവയ്ക്ക് വിട്ടുകൊടുക്കാറില്ല. വചനം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം മകനെ നീ ജ്ഞാനം നേടുക എന്തിനു വേണ്ടിയാന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവൻ തല്ലു പിടിക്കാൻ പറ്റി യുദ്ധത്തിന് ഇറങ്ങിയിട്ട് അവന് പരാജിതനായിട്ട് വരുമ്പോ അവനില് എല്ലാ കൊടച്ചക്ര അവനൊരു പരിചയം മാത്രമേ ഉള്ളൂ തടയാൻ. ഈ തടയാൻ പരിചയമില്ലാണ്ട് വന്നാല് മറ്റേ ചന്തുവിന്റെ പോലെ മുളയാണി വെച്ച് വാളും കൊണ്ടാവും പോയിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല.
ആദ്യം പാട്ടത്തകട് കൊണ്ട് പരിചയം ഉണ്ടാക്കി പോയിട്ട് വല്ല കാര്യമുണ്ടാ? വിശുദ്ധിയെ അജേയമായ പരിചയാക്കാൻ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്ന അവനിലാണ്, യേശു ക്രിസ്തുവിലാണ്. ഇതില്ലാണ്ട് അവനെ കളത്തിൽ ഇറങ്ങി കഴിഞ്ഞാലേ ഈ പാട്ടത്തകട് കൊണ്ടുള്ള പരിചയമായിട്ട് മാറും, വാള് കൊഴുവായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊഴുന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞപ്പോ അറിയില്ലായിരുന്നു പറയാനായിട്ട്. കൊഴു കൊഴു ആ കൊഴു കൊഴു കൊഴുവായി മാറും എന്ന് പറഞ്ഞാല് അതിന് അതിൻ്റെതായിട്ടുള്ള കരുത്ത് വേണ്ടേ, ശേഷി വേണ്ടേ? അത് ഇല്ലാത്തതായിട്ട് മാറും. ഞാനും ചെമ്മട്ടി കൊണ്ട് അടിക്കാൻ പോണ്. ചെമ്മട്ടിയുടെ ഉപയോഗം നടക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അതാണോ? എന്ന് പറഞ്ഞ പോലെ ഞാൻ കുന്തം കൊണ്ട് കുത്തുമ്പോ ആ കുന്തം വളഞ്ഞു പിരിഞ്ഞു പൊളഞ്ഞു പോവാണെങ്കിലോ? അതുകൊണ്ടാണ് നേരത്തെ മുളയാണി വെച്ച ചന്തുവിന്റെ പോലെ മുളയാണി വെച്ച വാള് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞത്. കർത്താവിന്റെ വാള് അതാണോ? അപ്പൊ നമുക്ക് അത് നടക്കണം. അത് നടക്കണമെങ്കിൽ അവൻ ഇപ്പൊ ദാവീദ് പറഞ്ഞ പോലെ ഞാൻ അവയെ ഒന്നിനും വിട്ടുകൊടുക്കാറില്ല എന്ന് പറയാൻ പാകത്തിന് എന്തിനാ നീ ജ്ഞാനം നേടാൻ പറഞ്ഞിരിക്കണേ? അപ്പോ ദൈവം പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ആ വചനം എടുത്തിട്ട് അവന് കൈകാര്യം ചെയ്യണമെങ്കിൽ നീയെ ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം നിറഞ്ഞവനല്ല. കഥ മനസ്സിലായ? അപ്പോ അവിടെ കൊഴുവായും സന്തതിയായിട്ടൊക്കെ മാറും. അല്ലെങ്കിൽ ഈ പാട്ടത്തകട് കൊണ്ടുള്ള പരിചയം മുളയാണി വെച്ച വാളൊക്കെ ആയിട്ട് മാറും. അപ്പൊ വെറുതെ ഇരിക്കുന്നവൻ അവൻ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. അവൻ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്തോരം ആൾക്കാരെ പറ്റിക്കാനും നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കരുത്ത് ആർജിക്കാൻ വേണ്ട വൈഭവം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരെ തല്ലു പിടിച്ചിട്ടാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. ആണോ? പുരോഹിതൻ അതരത്തിൽ എന്ത് ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി പുരോഹിതനെ സമീപിക്കണം. അയ്യോ, നിനക്ക് ബിഷപ്പിന്റെ അനുവാദം ഉണ്ടോ സംസാരിക്കാനായിട്ട്? ബിഷപ്പിന്റെ അനുവാദം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് കത്തോലിക്ക തിരുസഭയില് ഇടവകയിൽ അംഗമായിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ജ്ഞാനസ്നാനം നൽകണമെങ്കിൽ, പരിശുദ്ധാത്മാവ് അഭിഷേകം തൈലാഭിഷേകം കൊടുക്കണമെങ്കിൽ സഭയുടെ പരമോന്നത അധികാരം വേണം. ആ അധികാരം പുരോഹിതന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുരോഹിതന് ഈ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുള്ളൂ. ആ അധികാരം ഉണ്ട്. ഉണ്ടായിരിക്കെ നീ പഠിപ്പിക്കാൻ അയോഗ്യനാണെന്ന് പറയുമ്പോ ഏത് തരത്തിലും മൂടത്തരാ പറയണേ? നമുക്ക് ഓരോ പ്രാവശ്യം ഒരാളോട് സംസാരിക്കാൻ പോയിട്ട് ബിഷപ്പിന്റെ അറ്റസ്റ്റ് ചെയ്ത് പേപ്പർ മേടിക്കണം പോയിട്ട്. അത് എൽഡറെ വിളിച്ച് പെർമിഷൻ മേടിക്കണം. ആത്മീയ പിതാവിന്റെ കടിഞ്ഞാൻ നമുക്ക് എടുത്തു തരണോ സംസാരിക്കാനായിട്ട്? അതല്ലേ പത്രോസ് പറഞ്ഞത്, ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു, പരമോന്നത അധികാരം പരിശുദ്ധാത്മാവ്. അത് കൊടുത്തു കഴിഞ്ഞിട്ടും ഈ ജ്ഞാനസ്നാന ജലം കേവലം എന്ന് പറയുന്നത്, കേവലം ഈ ജ്ഞാന ജലം നിഷേധിക്കാൻ ഞാൻ ആരാ? അപ്പോഴാണ് അവരിട്ടിട്ട് പോയത്, പിന്നെ വരട്ടാൻ വന്നവര്. ദൈവം തന്നെ ആത്മാവിനെ കൊടുത്തു. ഇന്ന് ആത്മാവില്ലാത്തവർക്ക് പോലും പരിശുദ്ധ കുർബാന കൊടുത്തോണ്ടിരിക്കുക പുരോഹിതര്. അത് തിരിച്ചറിയാനുള്ള കൃപയില്ല. എന്തുകൊണ്ട് കൃപയില്ലാത്തത്? വചനം, വാഗ്ദാനം, കൽപ്പന, നിയമം. അണലി സന്തതികളെ, സർപ്പസന്തതികളെ. ഇതാരെ നോക്കിയാ വിളിക്കണം? ഇതാരെ നോക്കിയാ യോഹന്നാൻ വിളിച്ചത്? അണലി സന്തതികളെ, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചു ഇല്ലേ? ആരെ നോക്കി വിളിച്ചു? ഇല്ലേ പറയില്ലേ, വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞു. ആരെ നോക്കി വിളിച്ചു? വിജാതീയരെയാണോ കർത്താവ് പഠിപ്പിക്കാൻ പോയത്? എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും കർത്താവിന്റെ അടുത്ത് വരില്ല. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് എന്റെ സന്നിധിയിൽ വരുന്ന ഒരുവനെ ഞാൻ ഒരു നാളും ഒരു സെക്കൻഡ് പോലും തള്ളിക്കളയില്ല.
വചനത്തിൽ പറയുന്നുണ്ട് അല്പനേരത്തേക്ക് ഞാൻ അവനിൽ നിന്ന് അകന്നു നിന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? അത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്വർഗം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ? അല്ലാണ്ട് കർത്താവ് നിരന്തരം മാറി ഉപേക്ഷിക്കില്ല. ക്ലിയർ ആവുന്നില്ലേ പറയണത്? ഇത് എന്താ പറയാ, തീപ്പന്താക്കാനുള്ള സംഗതികളാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് വേണ്ട മെറ്റീരിയലാണ്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ നമുക്ക് പാത്രം അറിഞ്ഞ് വിടാൻ പോകുന്നല്ലേ? എങ്ങനെയല്ലേ പാത്രം? അല്ല, നമ്മള് അതായത് ഞാൻ വഹിക്കേണ്ട കുടിക്കേണ്ട പാനപാത്രമാണെങ്കിൽ അതെനിക്ക് തന്നെയാ, വേറെ ആർക്കുമല്ല. ഞാൻ വഹിക്കേണ്ട ഞാൻ കുടിക്കേണ്ട പാനപാത്രമാണെങ്കിൽ അത് എനിക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ വഹിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് അത് വഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത് എങ്കിലും അങ്ങനെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിഞ്ഞാലും അതിന്റെ തീരുമാനം എടുക്കുന്ന ഞാനല്ല എന്നാണ് ഈശോ പറഞ്ഞത്. മനസ്സിലായ? സബദി പുത്രന്മാരോട് പറഞ്ഞതേ. അപ്പൊ കർത്താവ് കൊടുക്കാൻ തയ്യാറാണെന്ന്. ഇപ്പൊ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് വേണം നിർബന്ധം പിടിച്ചാൽ ചോദിക്കാൻ കിട്ടും, കിട്ടായി ഒന്നും പറ്റില്ല. പക്ഷെ അത് വഹിക്കാൻ പറ്റുമോ? കർത്താവ് വരെ പറഞ്ഞില്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അപ്പൊ പിന്നെ ഈ സാധാരണ മനുഷ്യര് പറയാതിരിക്കുവോ? ഇതറിഞ്ഞെങ്കിൽ മറ്റേ തമിഴ്മാര് ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയലോഗ് വരല്ലേ, ഇതറിഞ്ഞ് ഈ വഴിക്ക് വന്നേനില്ല എന്ന്. ഇപ്പടിയെല്ലാം നടക്കുമ്പോൾ തെരഞ്ഞിരുന്ന എന്റെ പക്കമേ വന്നിരിക്ക മാട്ടേന്ന്. കാരണം വെച്ചാല് ഇതൊക്കെ ഞാൻ ചെയ്യാം, എനിക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ടി വരുമ്പോ, അനുഭവിക്കേണ്ടി വരുമ്പോ, സഹിക്കേണ്ടി വരുമ്പോ ഇട്ടിട്ട് എറിയാനും പുറംകാലക്ക് അടിക്കാനും നോക്കുന്ന സമയത്തും എന്തിനാ ഈ ഏറ്റവും മറ്റു വേറെ വാക്കുകളൊക്കെ വരും. എന്നിട്ട് പറയാ ഇത് വേണ്ടാത്ത കാര്യത്തിന് പോയി ഞാനിത് വഹിക്കേണ്ട കാര്യം വേറെ ആർക്കെങ്കിലും തലയിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഏത് നേരത്താണ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? അല്ലേ? അപ്പോ നിങ്ങള് പരസ്പരം പല്ലിറുമുന്നവരും നാവ് കടിക്കുന്നവരും കണ്ണു തുറപ്പിക്കുന്നവരും ചുമന്ന കണ്ണുകളുള്ളവരായിപ്പോ മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. പിന്നെ നമ്മുടെ ശാഖകളിൽ കുഴപ്പം അതായത് കൂടുതൽ ഫലം കായ്ക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുള്ളതിനൊക്കെ വെട്ടിയൊരുക്കും. ആ വെട്ടിയൊരുക്കലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാ. എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ ദൈവം നേരത്തെ പറഞ്ഞ ഇല്ലേ, സ്വർഗം സന്തോഷിക്കുന്ന പ്രവൃത്തി ഇവനിൽ വെളിപ്പെടണം. അപ്പൊ ഇവൻ അന്ധനായി തീർന്ന് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെ പൂർവ്വപിതാക്കന്മാരുടെ പാപം നിമിത്തമാണോ ഇവൻ അന്ധനായി തീർന്നത്? അല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനാണ്. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കും, ഭയപ്പെടി പരിഭ്രമിക്കരുത്. കർത്താവിന്റെ വചനം പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ശക്തമായിട്ട് വ്യാപരിക്കുക, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മൾ കർത്താവിന് സറണ്ടർ ചെയ്യുക. നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യം കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാല് നമ്മൾ വിലപിക്കുക. ഏറ്റവും വലിയ ആയുധം വിലപിക്കില്ലേ കർത്താവിന്റെ സന്നിധിയിൽ. അപ്പൊ ദൈവസന്നിധി വിലപിക്കാൻ നമുക്ക് പറ്റിയാല് കർത്താവ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ കുറെയൊക്കെ നമ്മള് ഇങ്ങനെ പിടിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്ര കാലം സംസാരിച്ചിട്ടും ഇപ്പൊ പറയാത്ത കാര്യം ഇപ്പൊ കുറെ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ നേരത്തെ. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ പറയാത്ത കാര്യം പറഞ്ഞു. എക്സ്പീരിയൻസ് തന്നെ പറയാത്ത കാര്യം പറഞ്ഞു. അപ്പൊ അത് കൂടാണ്ട് ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, പറയാത്ത കാര്യങ്ങൾ. ഓരോ പ്രാവശ്യം തരും, കർത്താവ് തരും. ഈ എല്ലാം കൂടി തന്നിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോ പിന്നെ എന്തോരം തന്നു കഴിഞ്ഞാൽ അത് ആ തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തും. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വരും. നമുക്കൊരു ഓർമ്മയില്ലാത്ത കാര്യം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തി ഇപ്പൊ നിങ്ങൾ തന്നെ പറയാറില്ലേ, ബ്രദറിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാറില്ല ചില കാര്യങ്ങൾ പറയുമ്പോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് തക്ക സമയത്ത് ഇല്ലേ, നീ ന്യായാസനത്തിലേക്ക് പോകുമ്പോ എന്ത് പറയുന്നു, നീ ഭയപ്പെടണ്ട. എന്താ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ അവതരത്തിലൂടെ സംസാരിക്കും. അപ്പോ നമ്മള് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആയിരിക്കും നിന്റെ അവതരത്തിലൂടെ സംസാരിക്കുക. ആ സമയത്ത് നീ ഉത്കണ്ഠ ആകുലനാകണ്ട. എന്ത് പറയുമെന്നോ എന്ത് സംസാരിക്കുമെന്നോ ഓർത്ത് നീ ഉത്കണ്ഠ ആകുലനാകണ്ട. ആ സമയത്ത് നിന്റെ അവതരത്തിലൂടെ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുകയാണ്. അത് ദൈവഭക്തനിലുള്ള കാര്യം പറഞ്ഞ കേട്ടോ, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞ.
അപ്പം എല്ലാ ആത്മാക്കളെയും നമ്മൾ വിശ്വസിക്കരുന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൽ നമ്മൾ തീക്ഷ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വചനം വാഗ്ദാനം കൽപ്പനയൊക്കെ നിയമമൊക്കെ അനുസരിച്ച് നമ്മൾ വ്യാപരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഉത്കണ്ഠ ആകുലരാകണ്ട, ഭയപ്പെടണ്ട. പല കാര്യങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കും. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന പക്ഷം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പക്ഷം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. പിന്നെ ആ സമയത്ത് ചിലപ്പോ അങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കും ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ട് നമ്മുടെ അപ്പൊ മറ്റേ വൈക്കമത്തിന്റെ കാര്യമാണ് പിന്നെയും പറയാൻ പറ്റുന്നത് കേട്ടോ. അതായത് ആ കേസ് അവർ പറഞ്ഞ കാര്യം, അതായത് ഇവര് വന്ന് നല്ല രീതിയിൽ ഒരു ഉമ്മ കൊടുത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ധ്യാനത്തിന് പൊക്കോളാം, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം അതില് പറയേണ്ട കാര്യം ഇതാണ്, അവര് വന്ന് എങ്കിൽ എന്നല്ല നമ്മൾ പറയാൻ, അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം ധ്യാനത്തിന് പോകാനൊന്നല്ല പറഞ്ഞു. ധ്യാനത്തിന് അവർ പോയി എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല, പോയില്ലേ. പക്ഷെ ധ്യാനത്തിന് പോകാനൊന്നല്ല അവരോട് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും ആൾക്കാർ വെളിയിൽ നിൽക്കേണ്ട ആവില്ലല്ലോ, അതുകൊണ്ടാവും. അപ്പൊ അവരുടെ ഈ അടുത്ത് ഞാൻ എന്തൊക്കെ പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞ ആളെ ഇപ്പോൾ അനക്കില്ലേ, വാട്സപ്പിൽ നോക്കണമെന്നും കാണാനില്ല ഇപ്പൊ. എന്തുണ്ടായിരുന്നില്ല, അവർ 11-ാം തീയതി എന്നുണ്ടല്ലേ വരും എന്ന് പറഞ്ഞേ. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. 11-ാണല്ലേ പറഞ്ഞെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മ. 11-ാം തീയതി 11-ന് വരുന്ന അങ്ങോട്ടൊക്കെ പറഞ്ഞു. 11-ന് 14 അങ്ങനെ പറഞ്ഞ പോലെ. ഇന്ന് രാവിലെ അങ്ങനെ താത്ത നമ്മുടെ നോർമൽ പ്രയർ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ചാൽ കോൾ വന്നത്. എന്നിട്ട് ആള് വലിയ പറഞ്ഞ പോലെ എന്റെ കാലിങ്ങനെ ബാത്റൂമിൽ കൊണ്ട് ശരിക്കും ചോര വന്ന് കാലിങ്ങനെ പൂളി തീർന്നു 4-ാമത്തെ പേരിൽ. ഈ ബാത്റൂമിൽ വേസ്റ്റ് പോണ ഒരു ഇതുണ്ടാവില്ല, സ്റ്റീലിന്റെ ഒരു സംഭവം, അതിനൊന്ന് മുടി ഉടക്കിയിട്ട് കാല് കൊണ്ട് ഇങ്ങനെ തിക്കിയതാണ്. പക്ഷെ കാല് കീറിട്ട് ചോര നിൽക്കാതെ വന്നിട്ട് ആള് വിളിക്കുകയായിരുന്നു. അതായത് എന്ത് ചെയ്യണമെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി തന്നെ വിളിക്കണം. ഞാനിങ്ങനെ വചനം വായിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു വചനം കേട്ടോണ്ടിരിക്കാൻ പറഞ്ഞു. നമ്മള് പ്രാർത്ഥനയുള്ള വചനം തന്നെ വായിച്ച് അങ്ങനെ പോയി കുറച്ചുകൂടി ഇന്ന് പോയി വരാം. അപ്പം ഈ പറഞ്ഞു വന്നെങ്കിൽ അവര് അപ്പൊ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എന്റെ ഓർമ്മ. അതായത് 11-ന് ഇല്ലേ, 14-നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതായത് ഇവർക്ക്, അതായത് ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നുള്ളൊരു ഉറപ്പുണ്ടാവണ്ടേ. ഞാൻ ധ്യാനത്തിന് പോയിട്ട് അവർ വന്നു പോയി ധ്യാനത്തിന് പോയിട്ട് ദൈവത്തിന്റെ ആവാന്നാണോ തീരുമാനിക്കുന്നത്, ആലോചിക്കണേ. അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ കാര്യം, 1 വർഷം 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴാണോ അനുസരിക്കാവുന്ന ആലോചന ചിന്ത വരുന്നത്? അതിന്റെ പേരിലാണോ ധ്യാനത്തിന് പോവാന്ന് പറയുന്നത്? നമ്മളന്ന് പറഞ്ഞ പറഞ്ഞു ഇതേപോലെ ആരും നോക്കാനില്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലാ അവിടെ പോയി നിന്നാലേ. അവരോട് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് അവരിതുവരെ വില്ലിങ് ആയിട്ടില്ല, തയ്യാറായിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാനായിട്ട് അവരിതുവരെ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് അവര് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാനിപ്പോ അതുമ്മ കിടന്ന് ഇപ്പോഴും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് അവർക്ക് ഇതിനകത്ത് ഒരു അതോറിറ്റി ഇല്ലെങ്കിൽ പിന്നെ അതുമ്മ ഊഞ്ഞാലാടി കളിക്കുന്ന കാര്യം എന്താ? പിന്നെ മക്കളാണ് ഈ തല്ലാനും കൊല്ലാനും വരുന്നവരും മക്കളാണ്. അപ്പം എന്താ മക്കളെ തന്നു, നമ്മളൊക്കെ പറഞ്ഞ അവസാനിപ്പിച്ച കാര്യങ്ങൾ, മക്കളെ തന്നും ദൈവമാണ്. മക്കൾക്ക് മാതാപിതാക്കളെ കൊടുക്കുന്നതും ദൈവം തന്നെയാണ്, അല്ലേ? അപ്പം അതൊക്കെ നമുക്ക് തിരിച്ചറിയണം. ദൈവത്തിൽ ആശ്രയിക്കാൻ, അതനുസരിച്ച് നിൽക്കാനും കാര്യങ്ങളൊക്കെ പറ്റണം. പിന്നെ നമ്മള് എന്താ പറയാ, മാനുഷിക ബുദ്ധി വെച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ വരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദൈവത്തെ അനുസരിക്കാൻ എപ്പോ തയ്യാറാവും അപ്പൊ പ്രവർത്തിക്കും കർത്താവിന്റെ പരിശുദ്ധാത്മാവ്. ക്ലിയറായോ? അപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ പറഞ്ഞില്ല, അതായത് അവരുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അതിലേക്കൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്, എന്ത് അവര് വന്നു പോയിട്ട് കുഴപ്പമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാൻ ധ്യാനത്തിന് പോകാന്നല്ലേ പറയണേ. അതിന് മുമ്പ് പോകണമെന്ന് തോന്നിയില്ലേ അവർക്ക്? പറഞ്ഞതിന് മുമ്പ് വീഴും മുമ്പ് വിനീതനാകാനാ പറഞ്ഞാണ്. അടി കിട്ടിയിട്ട് വേണം വീഴാനായിട്ട്. അല്ലെന്ന്, അതായത് വീഴും മുമ്പ് വിനീതനാകാൻ പറഞ്ഞ അടി കിട്ടിയിട്ട് വീണിട്ട് വേണോ ധ്യാനത്തിന് പോകാനായിട്ട്? അപ്പൊ എന്താ എന്റെ കർത്താവിനെ വിളിച്ചോ? അല്ല, എല്ലാ കേസുകളും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താ പറയാ,
അവിടെ പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രത്യേകത എന്താ അറിയാം? ആ. ഏഹ് ഉം. പ്രത്യേകത എന്താ? ഏഹ് പ്രത്യേകത എന്താ? നമ്മള് ഫ്രീലാൻസർ ആണ്, എന്ത് വേണം ചെയ്യാം. അല്ലാന്ന് നമ്മള് എവിടെ ആയിരുന്നാലും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എവിടെയാണെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന്. അത് ഇനി ഏത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ ദൈവം അത് ഈ എന്താ പറയാ തന്ത്രപൂർവം ചെയ്യാനുള്ള കൃപ കൊടുക്കും. അതാണ് മറ്റേ എന്താ അനന്യാസോ കുതിരവണ്ടിയുടെ പുറകെ നടന്ന് വചനം പറഞ്ഞിട്ടുള്ള കാര്യം ഓർക്കണമെങ്കിൽ ഫിലിപ്പോസ് വചനം പറഞ്ഞതിന്റെ അവസാനത്തില് കുതിരവണ്ടിന്ന് ഇറങ്ങിയാൽ ജ്ഞാനം സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് വിവേകപൂർവ്വം പ്രവർത്തിക്കാനുള്ള പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നാലും ഇത് പറയാൻ പറ്റുന്നിടത്തും അല്ലാത്തടത്തും ആയാലും പോലും ഇത് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് കൊടുക്കും, ദൈവം കൊടുക്കും, അനുവദിക്കും. അനുവദിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യണ്ട. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് എവിടെയും നമ്മുടെ ഏത് സാഹചര്യത്തിൽ എവിടെ പോയാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന ഒരു കാര്യം ഈ ഭൂമുഖത്ത് വേറൊരു ജോലിയും ഇല്ല. ഉണ്ടോ? അപ്പൊ ആ കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും പറ്റണം. അത് പറ്റാണ്ട് നമ്മള് വെറുതെ അപ്പൊ അവര് വന്നു പോയി എനിക്ക് കുഴപ്പമില്ലാണ്ട് ഉമ്മ തന്നിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് പോയിക്കൊള്ളാം അല്ലേ? കുഴപ്പമില്ല. അത് നമുക്ക് ദൈവത്തോട് എഗ്രിമെന്റ് വെച്ചൊക്കെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. ആളിപ്പോഴും പൂർണ്ണമായിട്ട് സറണ്ടർ ആയില്ലേ, ഈ ഒരു ഭയത്തെ തുടർന്ന് ഈശോനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തോട് എഗ്രിമെന്റ് വെച്ച് കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ ദശാംശം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണം, നടത്തി തരണം, എന്ന തടസ്സമുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇത് ചെയ്തു കൊള്ളാം എന്ന് കർത്താവിനോട് ഒരു പ്രോമിസ് ചെയ്തൊരു വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങളിപ്പോ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. കർത്താവിനെ പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. മനസ്സിലായോ? അപ്പൊ നമ്മളത് ചെയ്യണം. അപ്പൊ അത് അതിനുള്ള ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റണം. എഗ്രിമെന്റ് ചെയ്യില്ലല്ല, അത് ചെയ്യാനും നിറവേറ്റാനും നമുക്ക് മനസ്സുണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുള്ള ഒരു പോക്കുണ്ടാവല്ലോ പിന്നെ. അപ്പൊ അത് അങ്ങോട്ട് വെച്ച് വേറെ കാര്യങ്ങളൊന്നും അപ്പൊ ഈ ആവശ്യത്തിനെടുത്ത് അതായത് പണം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തെന്നറിയോ? കാരണം അത് ഈ ലോകത്തിന്റെ സമ്പത്താണ്. മനസ്സിലായില്ലേ? പിന്നെ ഞാനൊന്നും വിടട്ടെ വീട്ടിലേക്ക്. വിട്ടോളൂ. ഇവിടെ തടസ്സമൊന്നുമില്ല. വണ്ടിയുടെ അടുത്തേക്കാവും. അല്ല, വണ്ടിയൊക്കെ വീട്ടിൽ പോയി ചോറ് കഴിക്കണം. ചോറ് കഴിച്ചില്ലേ? ചോറ് കഴിക്കണം, പള്ളിയിൽ പോകണം, എന്നിട്ട് പിന്നെ കറങ്ങിത്തിരിച്ച് പോകണം. അത് കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചു തന്നെ അധികമാണ്. അപ്പോ എന്തായാലും ദൈവം അനുവദിച്ച സമയത്തിന് എല്ലാത്തിനും യേശുനാമത്തിൽ പിതാമത്തിൽ നന്ദി സ്തോത്രം ആരാധന മഹത്വം പ്രഘോഷം പ്രഖ്യാപിക്കുന്ന ഏറ്റുപറഞ്ഞു. എന്നെ പ്രിയപ്പെട്ടവരും വിശുദ്ധന്മാരും പൂർണ്ണമായിട്ട് വരുമാനം സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് വിശുദ്ധ കുരിശിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധത്തിൽ മുഴുവൻ തിരുവേദനത്തിനും യോഗ്യത, ശക്തി, കൃപ, പരിശുദ്ധി, അത്ഭുതമായിട്ടുള്ള വിടുതൽ, സൗഖ്യം, വിടുതൽ, വിജയം, മഹത്വം, കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ശിഥിലമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരണം നടത്താൻ കൃപ ചെയ്യുമാറാവട്ടെ. യേശുനാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രനും തിരുരക്തൽ അഭിഷേകം ചെയ്യുന്നു. വിശുദ്ധ കുരിശിനാൽ മുദ്രനും തിരുരക്തൽ അഭിഷേകം ചെയ്യുന്നു. വിശുദ്ധ കുരിശിനാൽ മുദ്രനും തിരുരക്തൽ അഭിഷേകം ചെയ്ത് S22 വാഗ്ദാന കാലത്ത് നീ സ്വർഗത്തിന്റെ ശബ്ദം വിശ്വസിച്ച് അനുഗ്രഹിക്കുന്നു. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വന്ദനം. ആവേ മരിയ. മനസ്സ് പതറിപ്പോയ ഇനി എന്ത് ചെയ്യാൻ ഒരു വിറങ്ങലി ചെയ്യുന്ന മനസ്സ് മരവിച്ചു പോയൊരു സമയത്ത് തക്ക സമയത്ത് തന്നെ ദൈവദൂതനെ പോലെ പരിശുദ്ധാനുസരണം ശ്രമിക്കാനും ഈശോയെ സഹനത്തിന്റെ നിമിഷം കടന്നു പോയപ്പോൾ പോൾ ബ്രദറിന്റെ ആശ്വാസം നൽകി അനുഗ്രഹിക്കാനും ഞാനൊക്കെ അറിയായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ബ്രദറിന്റെ ടോക്കിംഗ് ഒക്കെ ഞാൻ നോക്കുമ്പോൾ ഈശോയെ കൈവിരിച്ച് പിടിച്ചിങ്ങനെ കാണാം, ഒരു വലിയൊരു രൂപയും അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുകയായിരുന്നു. കർത്താവിനെല്ലാം നന്ദി പറയുന്നു. ഈശോയെ സഹനങ്ങളെല്ലാം കർത്താവെ ദൈവഹിത പ്രകാരം ഈശോയെ ഇഷ്ടമെന്ന് വളർച്ചക്കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ വെച്ച സമയത്ത് ഈശോയെ സഹനത്തെ ഓർത്ത് യേശുനാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം യേശുനാമത്തിൽ ദൈവപിതാവിന് അനന്തോടി കൃതജ്ഞ പറയുന്നു. ഈശോയെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാൻ വന്ദനം. ആവേ മരിയ. ഇമ്മാനുവൽ. ഈശോയെ
നമ്മുടെ ആ കുരിശിന്റെ സഹനത്തോട് ചേർത്ത് ഈ മകനെയും ഭാഗഭാക്കിയും സന്തോഷിക്കുന്നു. അത് ഈ നമ്മുടെ സഹനം പ്രശ്നമൊക്കെ വരുമ്പോ എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്റെ പ്രാണവല്ലഭൻ എന്നെ കാത്തിടുന്നവൻ എനിക്കെന്നും കൂട്ടായിട്ട് എന്റെ കൂടെയുള്ളവൻ. പാടാൻ പറ്റണം, നമുക്ക് പാടിക്കോണം അത്. പിന്നെ അല്ലെങ്കിൽ പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം സ്തുതിക്കുക. ആ തിരുരക്തത്തിന്റെ സ്തുതിപ്പും ഈ ഹല്ലേലൂയ പറഞ്ഞുള്ള സ്തുതിപ്പും യേശു യേശു എന്നുള്ള സ്തുതിപ്പൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയൊക്കെ തന്നെ പോകും, സങ്കടമൊക്കെ തന്നെ പോയിട്ട് സ്തുതിപ്പും സ്തുതിയും കീർത്തനമായിട്ട് മാറും. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ല തടവറയിലെ കീർത്തനം എന്ന് പറഞ്ഞു. ഇപ്പോഴും വന്ന ആ വാക്ക്. അപ്പൊ ഒക്കെ ദൈവാനുഗ്രഹിയുടെ ശക്തമായിട്ട് സമൃദ്ധമായിട്ട് കേട്ടോ. ശരി, ആയിക്കോട്ടെ. ആണ്. ആമേൻ.